വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ. നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗിൽ നമ്മളെ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന പാർട്ടിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇത് നമ്മളുടെ പ്രോസസ് കാൽക്കുലേഷൻ, അതായത് സ്റ്റോഷ്യോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി വൺസ് ത്രൂ മെറ്റീരിയൽ ബാലൻസ് ടോട്ടൽ ഫീഡ് ഈസ് ഇക്വേറ്റഡ് അഗെയിൻസ്റ്റ്. ഇത് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് KW ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൽ. അപ്പോൾ അതിൽ ഓപ്ഷൻസ് ഗ്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്, നെറ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, റീസൈക്കിൾ പ്രൊഡക്റ്റ് ഉണ്ട്, ലിമിറ്റിംഗ് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫീഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു റിയാക്ടറിലേക്ക്. ഇപ്പോൾ നൈട്രജനും ഹൈഡ്രജനും കൊടുത്തു. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ കഴിയുമ്പോൾ പുറത്തേക്ക് അമോണിയ വരും, ചിലപ്പോൾ നൈട്രജൻ വരും, ഹൈഡ്രജൻ വരും. അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ച് ഭാഗത്തിന് വീണ്ടും റീസൈക്കിൾ ചെയ്യും. ഇതിനെയാണ് നമ്മൾ റീസൈക്കിൾഡ് പ്രൊഡക്റ്റ് എന്ന് പറയും. അപ്പോൾ മെറ്റീരിയൽ ബാലൻസ് ചെയ്യുമ്പോൾ ഫീഡും റീസൈക്കിൾഡ് പ്രൊഡക്റ്റും നമ്മൾ ബാലൻസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലിമിറ്റിംഗ്, അതായത് ഇപ്പോൾ നൈട്രജനോ ഹൈഡ്രജനോ ആരോ ആണ് ലിമിറ്റ് ചെയ്യുന്നത് വിചാരിച്ചു. അപ്പോൾ ആ ലിമിറ്റിംഗ് പ്രൊഡക്റ്റിനെ, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് ഇത് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആണത്, ലിമിറ്റിംഗ് പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഫീഡ് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഗ്രോസ് പ്രൊഡക്റ്റും വേറൊന്ന് നെറ്റ് പ്രൊഡക്റ്റുമാണ്. ഓക്കെ, അപ്പോൾ വൺസ് ത്രൂ മെറ്റീരിയൽ ബാലൻസ് ടോട്ടൽ ഫീഡ്. ഓക്കെ, ടോട്ടൽ ഫീഡ് എന്ന് പറയുന്നത് എന്തിനെയാണ് ബാലൻസ് ചെയ്യുക? അപ്പോൾ ടോട്ടൽ ഫീഡ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഫീഡ് കൊടുക്കും. ചിലപ്പോൾ റീസൈക്കിൾഡ് ഉണ്ടെങ്കിൽ റീസൈക്കിൾഡും ചേർന്നിട്ട് മൊത്തത്തിലാണ് എൻ്റെ ഫീഡ് വരിക, മിക്സ്ഡ് ഫീഡാണ് വരിക. അത് എന്തിന് ബാലൻസ് ചെയ്യാം? നെറ്റ് പ്രൊഡക്റ്റിനെയാണോ ഗ്രോസ് പ്രൊഡക്റ്റിനെയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗ്രോസ് പ്രൊഡക്റ്റ്, എവറിത്തിങ് ദാറ്റ് കം ഔട്ട് ഓഫ് ദ സിസ്റ്റം. അതായത് ഞാൻ റിയാക്ടറിൽ ടോട്ടൽ ഫീഡ് കൊടുത്ത പോലെ, അതായത് ഫീഡ് ഉണ്ടാവും, ചിലപ്പോൾ റീസൈക്കിൾ സ്ട്രീം ഉണ്ടാവും, ടോട്ടൽ ഫീഡ് കൊടുത്ത പോലെ ടോട്ടലായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഗ്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ റീസൈക്കിൾ സ്ട്രീം ഉണ്ടാവും. ആ റീസൈക്കിൾ സ്ട്രീമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ നെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, വാട്ട് ഫൈനലി കളക്ട് ആഫ്റ്റർ റീസൈക്കിൾ സ്ട്രീം ഔട്ട്. ഓക്കെ, അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് ലീവിങ് ദ ഓവറോൾ സിസ്റ്റം എക്സ്ക്ലൂഡിങ് റീസൈക്കിൾ മെറ്റീരിയൽ. റീസൈക്കിൾ മെറ്റീരിയൽ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രൊഡക്റ്റ്. ടോട്ടലായിട്ട് പുറത്തേക്ക് വരുന്നതാണ് എൻ്റെ ഗ്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ ടോട്ടൽ ഫീഡ് ബാലൻസ് ചെയ്യാൻ ആരുമായിട്ടായിരിക്കും? ഇത്രയും കിട്ടിയ എൻ്റെ ടോട്ടൽ ഫീഡ് അപ്പോൾ ആരുമായിട്ട് ബാലൻസ് ചെയ്യുക? ഗ്രോസ് പ്രൊഡക്റ്റ്. കാരണം നെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ, ഗ്രോസ് പ്രൊഡക്റ്റ് നിന്ന് കുറച്ച് ആൾക്കാർ പോയി കഴിഞ്ഞിട്ടാണ് നെറ്റ് പ്രൊഡക്റ്റ് വരിക. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ടോട്ടൽ ഫീഡ് ഈസ് ഇക്വേറ്റഡ് അഗെയിൻസ്റ്റ് ഗ്രോസ് പ്രൊഡക്റ്റ്, ഓപ്ഷൻ എ. ഇതിനടുത്ത പോളിമറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നൈലോൺ 6,6. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്ന് 6,6 എന്താണെന്ന്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ മോണോമേഴ്സ് എന്താണ്. നൈലോൺ 6,6 രണ്ട് ആൾക്കാർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണ്. ഓക്കെ, അതിനുപയോഗിക്കുന്ന മോണോമേഴ്സ് ആരൊക്കെയാണ്? ഓപ്ഷനിൽ അഡിപ്പിക് ആസിഡ് എക്സാമിഥിലിൻ ഡയമീൻ ഉണ്ട്, കാപ്രോലാക്ടം ഉണ്ട്, മാലിക് അൻഹൈഡ്രൈൻ എക്സാമിഥിലിൻ ഡയമീൻ ഉണ്ട്, സെബാസിക് ആസിഡ് ആൻഡ് ടെറിഫ്താലിക് ആസിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ നൈലോൺ എന്ന് പറയുന്നത് ഒരു പോളി അമൈഡ് ആണ്. അതായത് CONH എന്ന് പറയുന്ന ബോണ്ട് വരുന്ന ഒരാളാണ് നൈലോൺ 6,6, പോളി അമൈഡാണ്. അപ്പോൾ NH വരണം, COയും വരണം. NH വരണമെങ്കിൽ നമ്മൾ അമീനെ പിടിക്കണം, CO വരണമെങ്കിൽ കാർബോക്സിലിക് ആസിഡുള്ള കോമ്പൗണ്ടുള്ള അഡിപ്പിക് ആസിഡിൽ ഉപയോഗിക്കണം. കാപ്രോലാക്റ്റത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ആൾ എന്ന് പറയുന്നത് നൈലോൺ 6 ആണ്. 6,6 അല്ല, നൈലോൺ 6 ആണ്. അപ്പോൾ നൈലോൺ 6,6ന് വേണ്ട ആൾക്കാർ അഡിപ്പിക് ആസിഡും ഹെക്സാമിഥിലിൻ ഡയമീനുമാണ്. അഡിപ്പിക് ആസിഡ് എന്ന് വെച്ചാൽ CH2 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 4 CH2. ഇനി രണ്ട് സൈഡിൽ എന്ത് വരും? കാർബോക്സിലിക് ആസിഡ് വരും, COOH. അപ്പോൾ നോക്കിക്കുക, ഇതാണ് അഡിപ്പിക് ആസിഡ്. എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ 6. ഇനി എക്സാമിഥിലിൻ ഡയമീൻ. എക്സാമിഥിലിൻ ഡയമീൻ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ടാവും? അതും 6 ആളുണ്ടാവും. ഓക്കെ, 5, ആറാമത്തെ CH2. ഇനി രണ്ട് സൈഡിൽ എന്തായിരിക്കും? ഡൈയമീൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു NH2 ഉണ്ടാവും, ഈ എൻഡിലും ഒരു NH2 ഉണ്ടാവും. ഇതാണ് എക്സാമിഥിലിൻ ഡയമീൻ. ഓക്കെ, അഡിപ്പിക് ആസിഡും എക്സാമിഥിലിൻ ഡയമീനും. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ NH2ൽ നിന്ന് രച്ചു പോവും, ഇവിടുന്ന് ഒരു OH പോകും. എന്ന് വെച്ചാൽ വാട്ടറാണ് പുറത്താവുക. അപ്പോൾ CONH എന്ന് പറയുന്ന ബോണ്ട് ഉണ്ടാവും. അതിന് പറയുന്നതാണ് അമൈഡ്. അപ്പോൾ നൈലോൺ 6 എന്ന് പറഞ്ഞാൽ ഒരു പോളി അമൈഡും കൂടിയാണ്. ഓക്കെ, ഞാൻ ഇതിൽ മെയിനായിട്ട് 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നൈലോൺ 6,6ൻ്റെ മോണോമേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന അഡിപ്പിക് ആസിഡ് എക്സാമിഥിലിൻ ഡയമീനുമാണ്.
ഇവർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ പുറത്തേക്ക് പോകും. അങ്ങനെ ഉണ്ടാവുന്ന ടൈപ്പ് പോളിമറൈസേഷൻ നമ്മൾ പറയുന്നതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഉണ്ടാവുന്നത് CONH ആണ്. അതുകൊണ്ട് ഇയാൾ പറയുന്ന വേറൊരു പേരാണ് പോളിയമൈഡ് ആണ് നൈലോൺ 6,6. നാലാമത്തെ കാര്യം, എന്താണ് ഈ 6,6? അഡിപ്പിക് ആസിഡിലും 6 കാർബൺ ഉണ്ട്, എക്സാമിഥിലീൻ ഡയമീനും 6 കാർബൺ ഉണ്ട്. ആ 6 കാർബണെ കാണിക്കുന്നതാണ് നൈലോൺ 6,6. അതായത് അതിൻ്റെ മോണോമേഴ്സ് 6 കാർബൺ അടങ്ങിയ കോമ്പൗണ്ട്സ് ആണ്. 2 കോമ്പൗണ്ട്, ഒന്ന് അഡിപ്പിക് ആസിഡ്, വേറൊന്ന് എക്സാമിഥിലീൻ ഡയമീൻ. ഓക്കെ, സോ ആൻസർ അഡിപ്പിക് ആസിഡ് ആൻഡ് എക്സാമിഥിലീൻ ഡയമീൻ. വിച്ച് ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി ഈസ് യൂസ്ഡ് ഫോർ മോളിക്കുലാർ വൈബ്രേഷൻ അനാലിസിസ്? മോളിക്കുലാർ വൈബ്രേഷൻ നമ്മളിത് NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ ന്യൂക്ലിയസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ന്യൂട്രോൺ പ്രോട്ടോൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. എക്സ്റേ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി. ഇനി ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 2 ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പി, അൾട്രാ വയലറ്റും IR. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഇലക്ട്രോണിൻ്റെ ജമ്പ്, ഇപ്പോൾ K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്, N ഷെല്ല് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. K ഷെല്ലിൽ നിന്ന് L ഷെല്ലിലേക്ക്, L ഷെല്ലിൽ നിന്ന് M ഷെല്ലിലേക്ക്, അല്ലെങ്കിൽ പൈ, സിഗ്മ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന കേസിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ഇലക്ട്രോൺ ലെവലിൽ നിന്ന് വേറൊരു ഇലക്ട്രോൺ ലെവലിലേക്ക് ജമ്പ് ചെയ്യും ആര്? ഇലക്ട്രോൺ. ഇതേപോലെ വൈബ്രേഷൻസിന് ഓരോ ലെവലുണ്ട്. ഇപ്പോൾ നമ്മൾ ഫാൻ ഇടുകയാണെങ്കിൽ ഫാനിൻ്റെ ഇപ്പോൾ റെഗുലേറ്ററൊക്കെ ഉള്ള ഒരു ഫാനാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഒരു സ്പീഡാണെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ നോക്കുകയാണെങ്കിൽ കുറച്ചായിരിക്കും. രണ്ടാമത്തേലേക്ക് ഇട്ടാൽ കുറച്ചും കൂടെ സ്പീഡ് കൂടും. മൂന്നാമത്തേലേക്ക് ഇട്ടാൽ കുറച്ചും കൂടെ സ്പീഡ് കൂടും. അതേപോലെയാണ് വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ്റെ ലെവലുണ്ട്, വൈബ്രേഷൻ കൂടുന്ന ലെവലുണ്ട്, കുറച്ചും കൂടെ വൈബ്രേഷൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന ലെവലുണ്ട്. അങ്ങനെ മോളിക്കുലാർ വൈബ്രേഷൻ വെച്ചിട്ട് ഞാൻ സ്പെക്ട്രോസ്കോപ്പി പറയുന്നുണ്ട്. അതായത് ഒരു വൈബ്രേഷൻ ലെവലിൽ നിന്ന് അടുത്ത വൈബ്രേഷൻ ലെവലിലേക്ക് ജമ്പ് ചെയ്യാം, വേറൊരു വൈബ്രേഷൻ ലെവലിലേക്ക് ജമ്പ് ചെയ്യാം. ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യണ പോലെ വൈബ്രേഷൻ അനാലിസിസും വെച്ച് പറയുന്ന സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. അങ്ങനെ വൈബ്രേഷണൽ അറേഞ്ച്മെൻറ്റിൽ വരുന്ന സ്പെക്ട്രോസ്കോപ്പിയാണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന IR സ്പെക്ട്രോസ്കോപ്പി. വൈബ്രേഷൻ ഇലക്ട്രോണിക് ആയിട്ടുള്ള ജമ്പിങ് നോക്കുന്നതാണ് നമ്മുടെ അൾട്രാ വയലറ്റ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യുക ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക്, വൈബ്രേഷൻ ലോവർ വൈബ്രേഷൻ ലെവലിൽ നിന്ന് ഹയർ വൈബ്രേഷൻ ലെവലിലേക്ക് ജമ്പ് ചെയ്യുക. ഓക്കെ, എനർജി കിട്ടുമ്പോൾ. അതായത് IR സ്പെക്ട്രോസ്കോപ്പിയിൽ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ലെവലിൽ നിന്ന് വേറെ വൈബ്രേഷൻ ലെവലിലേക്ക് ചാടും. അൾട്രാ വയലറ്റ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ റേഡിയേഷൻ കിട്ടുമ്പോൾ ഇലക്ട്രോൺ ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് ചാടും. അതാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ഇത് രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. ശരിക്കും സിലബസിൽ അങ്ങനെ ഡെപ്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഇത് കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഫ്ലോ മീറ്റർ ദാറ്റ് ഓപ്പറേറ്റ് ബേസ്ഡ് ഓൺ ഡിഫറൻഷ്യൽ പ്രഷർ പ്രിൻസിപ്പിൾ. സിമ്പിളാണ്. ഇത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വരുന്ന ക്വസ്റ്റ്യനും കൂടിയാണ് അല്ലേ? ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഏതാണ് ക്വസ്റ്റ്യൻ? ഡിഫറൻഷ്യൽ പ്രഷർ. നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം പറയാം. ബെർണോളിസ് തിയറം വെച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന വെഞ്ചുറി മീറ്റർ അല്ലേ, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമുക്ക് ഏരിയ കുറഞ്ഞു വരുന്ന, ത്രോട്ട് കൂടി വരുന്ന അല്ലേ, കൺവേർജിങ് സെഷൻ ഉണ്ട്, ഡൈവേർജിങ് സെഷൻ ഉണ്ട്, സെൻട്രൽ ഒരു ത്രോട്ട് ഉണ്ട്. ഇതാണ് വെഞ്ചുറി മീറ്റർ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മാനോമീറ്റർ ഘടിപ്പിക്കുക അല്ലേ. ഡിഫറൻഷ്യൽ പ്രഷറാണ് ഞാൻ നോക്കുക. മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ എന്ന് വെച്ചാൽ ഫാരഡേൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നോക്കണം. അൾട്രാസോണിക് ഫ്ലോ വെച്ചാൽ അവിടെയുള്ള എഫക്റ്റ് നോക്കണം. അൾട്രാസോണിക് റിലേറ്റഡ് റോട്ടാമീറ്റർ ആണെങ്കിൽ ഇതും ഒന്ന് പഠിച്ചു വെക്കണം. ഇതും ജനറലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാരിയബിൾ ഏരിയ മീറ്റർ. ഫ്ലോ മീറ്റർ ഓപ്പറേറ്റ് ബേസ്ഡ് ഓൺ വാരിയബിൾ ഏരിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസറാണ് റോട്ടാമീറ്റർ. ഡിഫറൻഷ്യൽ പ്രഷറിൽ നമുക്ക് വെഞ്ചുറി മീറ്റർ ഉണ്ട്. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഓറിഫൈസ് മീറ്ററും പഠിക്കാറുണ്ട് അല്ലേ. വീന കോൺട്രാക്റ്റയിലും പൈപ്പിലും വെച്ചിട്ട് നമ്മൾ മാനോമീറ്റർ വയ്ക്കും. ഇവിടെയാണെങ്കിൽ ത്രോട്ടിലും പൈപ്പിൻ്റെ സൈഡിലും ആയിട്ട് നമ്മൾ മാനോമീറ്റർ വയ്ക്കും. വെഞ്ചുറി മീറ്റർ, ഡിഫറൻഷ്യൽ പ്രഷർ. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ എ, വെഞ്ചുറി മീറ്റർ. ദെൻ പെനിട്രേഷൻ തിയറി. ഇത് മാസ്റ്റർ ആൻസറുള്ള ക്വസ്റ്റ്യൻ ആണ്. മെയിനായിട്ട് 3 ടൈപ്പ് തിയറി ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഒരു തിയറിയാണ് പെനിട്രേഷൻ തിയറി. ഇറ്റ് സജസ്റ്റ് ദാറ്റ് മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് വാരീസ് വിത്ത് ബൈനറി ഡിഫ്യൂസിവിറ്റി DAB. നമുക്ക് മെയിനായിട്ട് ഒന്ന് ഫിലിം തിയറിയാണ്, പിന്നെയുള്ള തിയറിയാണ് എൻ്റെ പെനിട്രേഷൻ തിയറി, പിന്നെയുള്ള തിയറിയാണ് സർഫസ് റിന്യൂവൽ തിയറി. ഇതാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. ഇതല്ലാതെ നമ്മൾ ബൗണ്ടറി ലെയർ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഫിലിം തിയറി ആണെങ്കിൽ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫ്യൂസിവിറ്റി ആണ്.
പെനിട്രേഷൻ തിയറി ആണെങ്കിൽ റൂട്ട് ഓഫ് ഡി എ ബി ആണ്, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡി എ ബി ടു ദ പവർ 1/2 എഴുതാറുണ്ട്. ഓക്കെ, സർഫസ് റിന്യൂവൽ സെയിം ഡി എ ബി ടു ദ പവർ 1/2. ഫിലിം തിയറി ആണെങ്കിൽ ഡി എ ബി. അപ്പോൾ ഇവിടെ ഡി എ ബി സ്ക്വയർ ഉണ്ട് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് റൂട്ട് ഓഫ് ഡി എ ബി ഉണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡി എ ബി ഉണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് ഡി എ ബി ഉണ്ട്. ഇയാളാണ് ശരിക്കും പെനിട്രേഷൻ തിയറീൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി, കെ സി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഡി എ ബി. ഓക്കെ, ഇത് തിയറീസ് ഓഫ് മാസ് ട്രാൻസ്ഫറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുവിധം എല്ലാ സബ്ജക്റ്റുകളും ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇനി ഒരു പ്രോസസ് കൺട്രോളിൻ്റെ കേസും കൂടെ വരാനുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. എന്നാലും ഇനിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് KWA യുടെ, അല്ലാതെ KWA യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.